നമസ്കാരം. ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കഥാകാരി ഡോക്ടർ ബീന. ദൗത്യം എന്ന കഥയാണ് ഞാനിന്ന് നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്നത്. ജീവിത മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകുന്നവർക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്ന ദുരന്തങ്ങളും അവസാനം അവരെ കാത്തിരിക്കുന്ന നല്ല ജീവിതവും നമുക്ക് പ്രത്യാശയോടെ ഈ കഥയിൽ കാണാം. കഥയിലേക്ക് പോകാം. ആരും നോക്കിപ്പോകുന്ന തലയെടുപ്പുള്ളൊരു ഗണിത അധ്യാപകൻ ആണ് ശങ്കരൻ മാഷ്. കുറുമ്പൻ കുട്ടികൾ മാഷിൻ്റെ മുന്നിൽ പൂച്ചകളാണ്. മാഷിൻ്റെ ഒരു നോട്ടം മതി, എല്ലാവരും പട്ടാള ചിറ്റയിൽ നിൽക്കും. തെറ്റ് ചെയ്താൽ മാഷ് പൊറുക്കില്ല. കുട്ടികൾ കഴിവതും മാഷിനെ കൊണ്ട് ചൂരലെടുപ്പിക്കുകയുമില്ല, പ്രത്യേകിച്ച് അതിൻ്റെ രുചി ഒരിക്കൽ അറിഞ്ഞവർ. സ്വതവേ മാഷ് ഒരു ആദർശവാനും സ്നേഹനിധിയുമാണ്. മാഷിൻ്റെ ബുദ്ധിയും കണിശവും എല്ലാം ഒന്നിച്ചു കിട്ടിയ മകനാണ് ഗണേഷ്. മാഷിന് മകനെക്കുറിച്ച് വലിയ അഭിമാനമാണ്. വളരെ ചിട്ടയിലും അച്ചടക്കത്തിലുമാണ് ഗണേഷ് വളർന്നത്. എല്ലാത്തിനുമുപരി കഠിനാധ്വാനവും കൈമുതലായിട്ടുള്ള ഒരു കുട്ടിയാണ് അയാൾ. ചെറിയ ക്ലാസ് തുടങ്ങി അവൻ ഒന്നാമനായിരുന്നു. കാലങ്ങൾ കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. SSLC മുതൽ എഞ്ചിനീയറിംഗ് വരെ 1ാം റാങ്ക് ഗണേഷിന് മാത്രം സ്വന്തം. IITയിൽ നിന്ന് പഠിച്ച് പുറത്തിറങ്ങിയ ഉടൻ IAS കോച്ചിങ്ങിന് ചേർന്നു. തൻ്റെ കൂടെ IITയിൽ ഉണ്ടായിരുന്ന എല്ലാവരും അപ്പോൾ തന്നെ അമേരിക്കയിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് പോയി. പിന്നീട് അവർ അവിടെ തന്നെ സെറ്റിലാവുകയും ചെയ്തു. സിവിൽ സർവീസിൻ്റെ റിസൾട്ട് വന്നപ്പോൾ പ്രതീക്ഷിച്ച പോലെ തന്നെ അവിടെയും ഗണേഷ് ഒന്നാമൻ തന്നെ. ശങ്കരൻ മാഷിൻ്റെ ജീവിതം ധന്യമായി. വളരെ പരിമിതമായ സാഹചര്യത്തിൽ നിന്ന് വളർന്നു വന്നൊരു കുട്ടിയെ പിതാവായ തൻ്റെ ശിക്ഷണത്തിൽ IASകാരനാക്കി എന്നത് ചില്ലറ കാര്യമാണോ? അതും ഉയർന്ന റാങ്കോടെ. സ്വയം അഭിമാനിച്ചു. ഈശ്വരന് നന്ദി പറഞ്ഞു. മാഷ് മുന്നോട്ട് ജീവിച്ചു. സന്തോഷങ്ങളുടെ കാലമായിരുന്നു. ജോലിക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ ഗണേശനോട് മാഷിനൊന്നേ പറയാനുണ്ടായിരുന്നുള്ളൂ: നീതിയും ന്യായവും മനസാക്ഷിയും മുന്നിൽ നിർത്തി കർമ്മനിരതനാകണം. സ്വാധീനങ്ങൾക്കൊരിക്കലും വശംവദനാകരുത്. ഈശ്വരൻ തന്ന പദവി ദുരുപയോഗിക്കാതെ സമൂഹത്തിനു വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കണം. അനുസരണയുള്ള മകൻ അച്ഛൻ്റെ ഉപദേശം ശിരസാ വഹിച്ചു. ജോലിയുടെ തിരക്കും തീരുമാനമെടുക്കാനുള്ള ബുദ്ധിമുട്ടും സർക്കാർ ഇടപെടലുകളും നീതിബോധമുള്ളൊരു ഉന്നത ഉദ്യോഗസ്ഥനെന്ന നിലയിൽ പലപ്പോഴും പ്രയാസങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നു. അച്ഛനുണ്ടായിരുന്നിടത്തോളം കാലം ഓരോ പ്രശ്നം വരുമ്പോഴും അദ്ദേഹം തനിക്ക് വേണ്ട പിന്തുണ തന്ന് സമാധാനിപ്പിക്കുമായിരുന്നു. തൻ്റെ പദവിയും മറ്റും കണ്ടിട്ടാകാം നാട്ടിലെ ഒരു ബിസിനസ്സുകാരൻ മകൾക്ക് വേണ്ടി ആലോചനയുമായി വന്നു. തങ്ങളെക്കാൾ എല്ലാ അർത്ഥത്തിലും ഉയർന്ന കുടുംബമായിരുന്നു അവരുടേത്. അതുകൊണ്ട് തന്നെ ആ കേസ് എടുക്കണ്ട എന്ന് തങ്ങൾ തീരുമാനിച്ചതുമാണ്. എങ്കിലും ജാതകം നല്ല ചേർച്ചയാണെന്ന് പറഞ്ഞ് അവർ വീണ്ടും വീണ്ടും വീട്ടിൽ വന്നു. അങ്ങനെ അവസാനം സുനു എൻ്റെ വീട്ടുകാരിയായി. തുടക്കത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ദേവു ഉണ്ടായതോടെ സുനു അവരുടെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് പോകുക പതിവാക്കി. തൻ്റെ ജോലി തിരക്ക് അവൾ മുതലാക്കി. ദേവുവിനെ കാണാനും മറ്റും താൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകാൻ തുടങ്ങിയതോടെ സുനുവിൻ്റെ അച്ഛന് തന്നോട് കൂടുതൽ സ്വാതന്ത്ര്യമെടുക്കാൻ ഇടയായി. തൻ്റെ മുന്നിൽ വരുന്ന ഫയലുകളിൽ പോലും അയാൾ ഇടപെടാൻ തുടങ്ങി. സൗമ്യമായി എൻ്റെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞു നോക്കി. അദ്ദേഹം സ്വരം കടുപ്പിച്ചപ്പോൾ താൻ സുനുവിനോട് തൻ്റെ നിലപാട് വ്യക്തമാക്കി. അതിന് സുനുവിൻ്റെ പ്രതികരണം വളരെ അപ്രതീക്ഷിതമായിരുന്നു. അച്ഛൻ പറയുന്നത് പോലെ ചെയ്താൽ എന്താ നിങ്ങൾക്ക്? ഇതെല്ലാം നമുക്കും കൂടി വേണ്ടിയല്ലേ? അച്ഛൻ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും? ഞാൻ പറഞ്ഞിട്ടും നിങ്ങൾ കേൾക്കുന്നില്ല എന്നല്ലേ കരുതുകയുള്ളൂ. ദേവുവിനെയും കൂട്ടി തൻ്റെ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞതിനും കടുത്ത മറുപടിയായിരുന്നു സുനുവിൽ നിന്നുണ്ടായത്. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ വിള്ളലുകൾ തുടങ്ങി. ഞാൻ ഒറ്റയ്ക്ക് താമസമാക്കി. ഫോണിൽ പോലും ബന്ധപ്പെടാതായി. എനിക്ക് ദേവുവിനെ പോലും കാണാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അവളുടെ കളിയും ചിരിയും കൊഞ്ചലും ഒന്നും കണ്ണിൽ നിന്നും മായുന്നില്ല. അപ്പോഴേക്കും അദ്ദേഹം രാഷ്ട്രീയ ബന്ധം ഉപയോഗിച്ച് ചെയ്യാവുന്ന ദ്രോഹമെല്ലാം എനിക്കെതിരെ ചെയ്തു. ഞാൻ സസ്പെൻഷനിലായി. ഞാൻ ഒപ്പിടേണ്ടിയിരുന്ന ഫയലുകൾ സസ്പെൻഷൻ സമയത്ത് അവർക്ക് വേണ്ടപ്പെട്ടവരെ കൊണ്ട് ഒപ്പിടിച്ചു. എന്നെ മാനസികമായി തളർത്താൻ അങ്ങേയറ്റം അയാൾ ശ്രമിച്ചു. ഡൈവോഴ്സിന് നോട്ടീസ് അയച്ചു. അതിൻ്റെ കാര്യങ്ങൾ ഒന്ന് സംസാരിക്കാൻ പോലും സുനുവിനെ ഫോണിൽ കിട്ടിയില്ല. ദിവസങ്ങളും മാസങ്ങളും നീങ്ങി. എങ്ങനെയാണ് ആ സമയം ഞാൻ തള്ളി നീക്കിയതെന്ന് എനിക്കറിയില്ല. ഒരു സുഹൃത്ത് പറഞ്ഞാണ് അറിഞ്ഞത് എൻ്റെ ദേവൂട്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണെന്ന്. ഞാൻ ഓടി അവിടെ എത്തി. ഹോസ്പിറ്റലിൻ്റെ മുറിയിൽ മുട്ടിയപ്പോൾ ഭാഗ്യത്തിന് സുനു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അകത്തേക്ക് കയറി. എന്നെ കണ്ടതും ദേവൂട്ടി അച്ഛാ എന്ന് വിളിച്ചു പൊട്ടിക്കരഞ്ഞു. അവശയായി കിടന്ന അവൾക്ക് താൻ ബെഡിലേക്ക് കുനിഞ്ഞു നിന്ന് ഉമ്മ കൊടുത്തു. അവളുടെ കുഞ്ഞു കൈകൾ രണ്ടും തൻ്റെ കഴുത്തിൽ ചുറ്റി. അവളും തുരുതുരാന്ന് ഉമ്മകൾ തന്നുകൊണ്ടിരുന്നു.
ഇത് കണ്ടു നിന്ന സുനു വിതുമ്പി. ഞാൻ ആ കൈകളിൽ പിടിച്ച് ഇതൊക്കെ എന്താ സുനു എന്ന് ചോദിച്ചു. പെട്ടെന്ന് അവൾ എൻ്റെ നെഞ്ചിലേക്ക് വീണ് കരച്ചിൽ തുടർന്നു. ഞാൻ സുനുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, കഴിഞ്ഞതൊന്നും ഇനി ഓർക്കണ്ട, നമുക്ക് നമ്മുടെ മോളെയും കൂട്ടി ഒരുമിച്ച് ജീവിക്കാം. അവൾ കരഞ്ഞുകൊണ്ട് തലയാട്ടി. പിന്നെ എല്ലാം സുനു തന്നെ മുൻകൈയെടുത്ത് ചെയ്തു. കാലങ്ങൾ കഴിഞ്ഞ് സുനുവിൻ്റെ അച്ഛൻ രോഗക്കിടക്കയിൽ കിടന്ന് വേദന അനുഭവിച്ചപ്പോഴും അദ്ദേഹത്തിൻ്റെ മരണസമയത്തും ഞാനായിരുന്നു എപ്പോഴും കൂടെ ഉണ്ടായിരുന്നത്. മരിക്കുന്നതിന് മുമ്പ് ആശുപത്രിയിൽ വെച്ച് ഒരിക്കൽ എൻ്റെ കയ്യിൽ അവ്യക്തമായി പിടിച്ചുകൊണ്ട് അവ്യക്തമായി മാപ്പ് എന്ന് പറഞ്ഞ് കരഞ്ഞു. അയ്യോ, അങ്ങനെയൊന്നും പറയണ്ട എന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തെ സമാധാനിപ്പിച്ചു. ആ രംഗം സത്യത്തിൽ എന്നെ വല്ലാതെ സ്പർശിച്ചു. ജോലിയിൽ തിരിച്ചു കയറിയെങ്കിലും എന്നെ ഒരു മൂലക്കിരുത്തിയ പോലെ ആർക്കും വേണ്ടാത്ത ഡിപ്പാർട്ട്മെൻറ്റിലാണ് പോസ്റ്റ് ചെയ്തത്. ഒരിടത്തും ഒരു ആത്മാർത്ഥമായ പ്രവർത്തനം നടത്താൻ പറ്റിയിരുന്നില്ല. ഇതാണ് സത്യം. രാഷ്ട്രീയ അതിപ്രസരണം, മേലുദ്യോഗസ്ഥരുടെ ഇടപെടൽ എന്നുവേണ്ട ഒറ്റപ്പെടുത്തൽ പോലും വളരെ ദുസ്സഹം. ഒരു കണക്കിന് തടികേടാതെ പെൻഷൻ വാങ്ങിപ്പോന്നു എന്നത് തന്നെ മഹാഭാഗ്യം. ദേവൂട്ടി ഇന്നൊരു കാർഡിയോളജിസ്റ്റാണ്. രോഗികളോട് അനുകമ്പയോടും സത്യസന്ധമായും പെരുമാറാൻ അവൾ വളരെ ശ്രദ്ധാലുവാണ്. താൻ അതിൽ അഭിമാനിക്കുന്നു. അവളുടെ ഭർത്താവ് ഒരു യൂണിവേഴ്സിറ്റി പ്രൊഫസറാണ്. കുടുംബമായി കുറച്ച് ദൂരെയാണ് താമസം. ഇടയ്ക്ക് ഞങ്ങളെ കാണാൻ വരാറുണ്ട്. റിട്ടയർ ചെയ്തതിന് ശേഷം ഞാനൊരു മോട്ടിവേഷണൽ സ്പീക്കറായി മുന്നോട്ട് പോവുകയാണ്. കൂടാതെ ധാരാളം പുസ്തകങ്ങളും ലേഖനങ്ങളും എഴുതുന്നതിൽ വ്യാപൃതരുമാണ്. സത്യവും നീതിയും ആണ് അവസാനം വിജയിക്കുന്നത് എന്ന് ഞാൻ എപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു. അല്ല, ഇതുവരെ ചായ കുടിച്ചില്ലേ? തണുത്തു പോയല്ലോ. സാരമില്ല, ഞാൻ വേറെ എടുക്കാം. സുനു മുറിയിലേക്ക് വന്നത് അറിഞ്ഞതേയില്ല. സുനുവിൻ്റെ ചോദ്യം കേട്ടാണ് ചിന്തകളിൽ നിന്നും താൻ ഉണർന്നത്. നാളത്തെ മോട്ടിവേഷൻ ക്ലാസ്സിൽ പറയേണ്ടത് ഡയറിയിൽ കുറിക്കുകയായിരുന്നു ഞാൻ. കഥ ഇഷ്ടപ്പെട്ടു കാണുമല്ലോ. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടുമല്ലോ. ഇനി അടുത്തൊരു കഥയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെയും നന്ദി, നമസ്കാരം.